അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് മഹാനായ ഔഫുല്ലാഹുവിനും ഭാര്യയും വാതിലിലേക്ക് ഓടിയടക്കുന്നുണ്ട്. അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. തന്റെ സ്വന്തം മകനത വാതിലിന് മുന്നിൽ വന്നു നിൽക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്, മകനെ നീ എവിടെയായിരുന്നു? വളരെ നിഷ്കളങ്കമായി അവിടുന്ന് മറുപടി പറയാണ്, ഉപ്പ, ഇന്നലെ സമരത്തിലായിരിക്കെ ശത്രുക്കൾ എന്നെ ബന്ദിയാക്കി. ഞാൻ രക്ഷപ്പെടാൻ വളരെയധികം ശ്രമിച്ചെങ്കിലും എനിക്കതിൽ സാധിച്ചില്ല. അങ്ങനെ ആ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് സ്വമേധയെ എന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ആ ചങ്ങലക്കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. തന്റെ കുഞ്ഞുമോൻ രക്ഷപ്പെട്ട സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പങ്കുവെക്കാൻ അഫ്ളുല്ലാഹു മദീനത്തെ പള്ളിയിലെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പെരുത്ത് സന്തോഷിച്ചോളൂ. ഒരു ആയത്തിലിങ്ങെത്തുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ആരെങ്കിലും പരമേൽപ്പിച്ചാൽ അവൻ അല്ലാഹു തആല മതി. എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയിൽ പരമേൽപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ.